أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يقول وإن لمن المصدقين وإذا متنا وكنا ترابا وعظاما أإنا لمدينون قال هل أنتم مطلعون فاطلع فرآه في سواء الجحيم قال تالله إن كدت لتردين ولولا نعمة ربي لكنت من المحضرين فما نحن بميتين إلا موتتنا الأولى وما نحن بمعذبين إن هذا لهو الفوز العظيم بمثل هذا فليعمل العاملون أذلك خير نزلا أم شجرة الزقوم إنا جعلناها فتنة للظالمين إنها شجرة تخرج في أصل الجحيم طلعها كأنه رؤوس الشياطين وإنهم لآكلون منها فمالئون منها البطون إن لهم عليها لشوبا من حميم ثم إن لهم عليها لشوبا من حميم ثم إن مرجعهم لإلى الجحيم إنهم ألفوا آباءهم هم الضالين وهم على آثارهم يهرعون ولقد أضل قبلهم أكثر الأولين ولقد أرسلنا فيهم منذرين فانظر كيف كان عاقبة المنذرين إلا عباد الله المخلصين صدق الله العظيم. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് സാഫാത്തിലെ 52-ാമത്തെ ആയത്ത് മുതൽ 76-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യഖൂലു, അവൻ പറയുന്നു, ഇന്നക, തീർച്ചയായും നിങ്ങൾ, ലമിനൽ മുസദ്ദിഖീൻ, എല്ലാം കേൾക്കുന്നവരും ശ്രദ്ധിക്കുന്നവരുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് വിവരിച്ചു തരാൻ വേണ്ടിയാണ് തന്നിട്ടുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. യഖൂലു, അവൻ പറയുന്നു, ഇന്നക, തീർച്ചയായും താങ്കൾ, ലമിനൽ മുസദ്ദിഖീൻ, എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി അവൻ വിവരിച്ചു തരുന്നതാകുന്നു. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കൊക്കെ തൗഫീഖ് നൽകണം. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മാത്രമേ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും സാധിക്കുകയുള്ളൂ. നമ്മൾ മരിച്ചു പോകും, നമ്മൾ മരിക്കും. നമ്മൾ ആവുകയും ചെയ്യും. തുറാബൻ, മണ്ണുകളാവുകയും ചെയ്യും. തുറാബൻ, നമ്മൾ മണ്ണുകളായി മാറും. ഇലാമൻ, അസ്ഥികളുമായി മാറും. ഇന്നാല മദീനൂൻ, നമ്മൾ എല്ലാം വിപുലമായി തന്നെ വിചാരം ചെയ്യപ്പെടുന്നതും ആകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മരിച്ചു പോവുകയും
മണ്ണായി തീരുകയും എല്ലുകളായി മാറുകയും ഒക്കെ ചെയ്താൽ പിന്നെ നമ്മൾ മദീനൂൻ പൂർണ്ണമായി വിചാരണ ചെയ്യപ്പെടുന്നവരുമാകുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിരന്തരമായ ഒരു പ്രവർത്തനം കൊണ്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല പറയുന്നു, ഹൽ അന്തും മുത്തരിഊൻ, നിങ്ങൾ എത്തി നോക്കിയിട്ടുണ്ടോ? ഹൽ അന്തും, നിങ്ങളാണോ? മുത്തരിഊൻ, എത്തി നോക്കുന്നവരാണോ നിങ്ങൾ? അത്ര, അപ്പോൾ അവൻ എത്തി നോക്കി. ഫറആഹു, അപ്പോൾ അവൻ കണ്ടു. ഫീ സവാഇൽ ജഹീം, നരകത്തിന്റെ നടുവില് നമ്മൾ കിടക്കുന്നതായിട്ടാണ് കണ്ടത്. ഫറആഹു, അപ്പോൾ അവൻ നമ്മളെ കണ്ടു. ഫീ സവാഇൽ ജഹീം, നരകത്തിന്റെ നടുവില് നമ്മൾ ചെത്തിക്കിടക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ അവസ്ഥ അങ്ങനെയാണുള്ളത്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയും നിർദ്ദേശവും അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അവരുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ് നമ്മൾ നിലകൊള്ളേണ്ടത്. അവൻ പറയുന്നു, തല്ലാഹി, അള്ളാഹുവാണ് സത്യം, ഇങ്ങിത്തരത്തുറുകയും, തീർച്ചയായും നിങ്ങൾ നശിപ്പിക്കപ്പെടാൻ പോകുന്നവരാണ്. ഞങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെടുന്നവരാകുന്നു. ഇങ്ങിത്ത, നിങ്ങൾ ആയേക്കാം, നശിപ്പിക്കപ്പെടുന്നവരായേക്കാം. വലൗലാ നിഅമത്തു റബ്ബി, എന്റെ റബ്ബിന്റെ അനുഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ കുന്തുമിനൽ മഹ്ദരീൻ, നമ്മൾ പൂർണ്ണമായും ഹാജരാക്കപ്പെടുന്നവരിൽ നമ്മൾ ഹാജരാക്കപ്പെടുമായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടായത് കൊണ്ടാണ് തീർച്ചയായും നമ്മളായത് കുന്തുമിനൽ മുഹ്ദരീൻ, പൂർണ്ണമായും ഹാജരാക്കപ്പെടുന്നവരായത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രമാണ്. അപമാനഹനും മയ്യത്തീൻ, അപമാനഹനും നമ്മളായിത്തീരുമോ? മയ്യത്തീൻ, മരണപ്പെട്ടതായിത്തീരുമോ? നമ്മൾ അള്ളാഹുവിന്റെ നിയമപ്രകാരമാണ് ഇതൊക്കെ ആയത്. ഇല്ലാ മൗത്തത്തനൽ ഊട, ആദ്യത്തെ മരണമല്ലാതെ, ഒമാനഹനും ആദ്യതീൻ, ആദ്യത്തെ മരണമല്ലാതെ വേറൊരു മരണവും നമുക്കില്ല. ഒമാനഹനും ആദ്യതീൻ, ഒരിക്കലും നമ്മൾ ശിക്ഷിക്കപ്പെടുകയും ഇല്ല. ഒമാനഹനും നമ്മളല്ല, ആദ്യതീൻ ശിക്ഷിക്കപ്പെടുന്നതല്ല. അതൊക്കെ അള്ളാഹു നിശ്ചയിച്ച ചില വ്യവസ്ഥക്കനുസരിച്ചാണ് എല്ലാ കാര്യവും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം എന്ന് പ്രത്യേകിച്ച് പറയാണ്. ഇന്നഹാദ, തീർച്ചയായും ഇത് ലഹുവൽ ഫൗസുൽ അദീം, ഇതെല്ലാം ലഹുവൽ ഫൗസുൽ അദീം, മഹത്തായ അനുഗ്രഹങ്ങളുടേവനാണ്. ആ മഹത്തായ അനുഗ്രഹങ്ങളുള്ളവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ആ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നഹാദ ലഹുവൽ ഫൗസുൽ അദീം, മഹത്തായ വിജയങ്ങൾ മാത്രമാണ്. ലിമിസ്ലിഹാദ, ഇതുപോലുള്ള കാര്യത്തിന് വേണ്ടി ഫൽയഅമലിൽ ആമിലൂൻ, പ്രവർത്തിക്കുന്നവർ പ്രവർത്തിച്ചുകൊള്ളട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലിയ അനുഗ്രഹമാണ്. ഇത് അല്ലാഹു തആല ചെയ്യിച്ചെന്ന അവന്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് വിവരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ കാര്യങ്ങളും മറ്റും എത്ര കാര്യമായിട്ടാണ് പറയുന്നത്. അദാലിക ഖൈറുൻ, ഇതാണോ ഉത്തമം? അദാലിക, ഇതാണോ ഖൈറുൻ, അത്യുത്തമമായിട്ടുള്ള കാര്യങ്ങൾ, വിശിഷ്ടമായത് അതാണോ ഇതാണോ? നുസൂലൻ, അതിഥി സൽക്കാരത്താൽ നിങ്ങൾക്ക് ഏറ്റവും വിശിഷ്ടമായത് ഇതാണോ? അം ശജറത്തു സഖൂം, അല്ലെങ്കിൽ സഖൂം വൃക്ഷമാണോ? സഖൂം വൃക്ഷം എന്ന് പറഞ്ഞാൽ പിന്നെ നരകത്തിൽ ധാരാളമായി സത്യനിഷേധികളായ ആളുകൾക്ക് കുടിക്കാനും അതുപോലെ ജീവിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ആ വൃക്ഷമാണ് പറഞ്ഞത്. അത് അവിടെ ഉണ്ടായ ഒരു വൃക്ഷമാണ്. അതിന്റെ ഇലയും അതിന്റെ മണവും ഒക്കെ തന്നെ മനുഷ്യൻ ശിക്ഷിക്കപ്പെടാൻ വേണ്ടിയുള്ള ഒരു ശിക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും അവിടെ ഉണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല ചോദിക്കുകയാണ്, ഹൈറുൻ, ഇതാണോ നിങ്ങൾക്ക് വിശിഷ്ടമായത്? നിബിലൻ, ആദിത്യ മര്യാദ അനുസരിച്ച് ആദിത്യ സർക്കാരം പോലെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള അത് ഇതാണോ? അം ശജറത്തു സഖൂം, അതല്ല സഖൂം വൃക്ഷമാണോ നിങ്ങൾക്ക് നല്ലത്? ഇന്നാ ജഅൽനാഹാ, നാം അതിനെ ആക്കിയിരിക്കുന്നു, ഈ സഖൂം വൃക്ഷത്തെ നമ്മളാക്കിയിരിക്കുന്നു, ഫിത്നയാക്കിയിരിക്കുകയാണ്. യുവാൽമീൻ, ധിക്കാരികളായ ആളുകൾക്ക് നിങ്ങൾക്ക് പരീക്ഷിക്കുവാൻ
നിശ്ചയിച്ച ആവശ്യങ്ങൾക്ക് അവൻ നിങ്ങൾക്ക് ധരിച്ചിരിക്കുകയാണ്. വികാരികളായ ആളുകൾക്ക് വേണ്ടി അള്ളാഹുത്തല ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഈ തഖ്വ വൃക്ഷം എന്ന് പറഞ്ഞത് തന്നെ അള്ളാഹുത്താല മനുഷ്യർക്ക് വലിയ രീതിയിലുള്ള ഫിത്നയാണ്. ഫിത്ന എന്നുള്ള പരീക്ഷണമാണ്. ആർക്ക്? ലിൽവാലിമീൻ, അക്രമികളായ ആളുകൾക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അവഗണിച്ചുകൊണ്ട് താന്തോന്നിയായി ജീവിച്ച ആളുകളാണ് വാൽമീൻ. ആ വാൽമീകളായ ആളുകളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ യഖൂം വൃക്ഷം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇന്നഹാ ശതർക്കും, അത് ഒരു കെട്ട വൃക്ഷം തന്നെയാണ്. ഇന്നഹാ തീർച്ചയായും ഇത് ശതറത്തും ഒരു വൃക്ഷം തന്നെയാണ്. ഇങ്ങനെ കെട്ട വൃക്ഷം തന്നെയാണ്. തഹോജു, അത് പുറപ്പെടുന്നു. ഫിയാസുൽ ജഹീം, നരകത്തിന്റെ അടിത്തട്ടിൽ നിന്നാണ് ആ വൃക്ഷം പുറപ്പെടുന്നത്. തഹോജു, അത് പുറപ്പെടുന്നു. മിന്നാസുൽ ജഹീം, നരകത്തിന്റെ അടിത്തട്ടിൽ നിന്നാണ് അത് പുറത്തു വരുന്നത്. തല്ലുഹ, അതിന്റെ കുലകൾ കല്ലഹു ഷയാത്തീൻ, അതിന്റെ കല്ലഹു, അത് ഷയാത്തീൻ, പൈശാചികമായ പിശാചിന തലകൾ പോലെയാണ് അതിന്റെ അവസ്ഥ. അപ്പൊ അതിന് കാണാനും കേൾക്കാനും കൊള്ളാനും ഒന്നും മനുഷ്യർക്ക് സാധ്യമല്ലാത്ത വിധം പ്രയാസപ്പെടുന്ന ഒരു ഒരു വൃക്ഷമാണത്. പൈന്നഹും, തീർച്ചയായും അവർ ആക്കിരൂന മിൻഹ, അതിൽ നിന്ന് അവർ തിന്നും. ഫമാലിഊന മിൻഹ, അതിൽ നിന്ന് അവർ നിറക്കും. അൽബുത്തൂൻ, വയറ് നിറക്കും. എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരെ തിന്നാനോ കുടിക്കാനോ ഉൾക്കൊള്ളാനോ ഒന്നും കഴിയാത്ത വിധം പ്രയാസങ്ങൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കി വെച്ചത്. പൈന്നഹും, അവർ ആക്കിരൂന, അതിനവർ തിന്നുകൊണ്ടിരിക്കും. തിന്നുകൊണ്ട് തന്നെ ആക്കിരൂന മിൻഹ, അതിൽ നിന്ന് യഖൂം വൃക്ഷത്തിൽ നിന്ന് അവർ തിന്നും. ഫമാലിഊന, എന്നാൽ അവർ തിന്നുന്നത് അവർ നടക്കും. മിൻഹാവിൽ നിന്ന് അൽബുത്തൂൻ, വയറിറങ്ങും. എന്ന് പറഞ്ഞാൽ ഒരു നുള്ളി വെള്ളം പോലും അതിന് കുടിക്കാനോ ഇറക്കാനോ കൈകൊണ്ട് തൊടാനോ ഒന്നിനും കഴിയാത്ത വിധം പ്രയാസമാണ്. അപ്പൊ ഈ രംഗത്തൊക്കെ പരീക്ഷണത്തില്ല അല്ല, ഈ രംഗത്തൊക്കെ മനുഷ്യനെ ശിക്ഷിക്കാൻ വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ഒരു വൃക്ഷമാണത്. ആക്കിരൂന മിൻഹ ഫമാലിഊന മിൻഹൽ ബുത്തൂൻ, അവര് വാഴ ഇറച്ചു തിന്നും. ആവശ്യമുള്ള വാഴ നിറച്ച് തിന്നുന്ന ഒരു വൃക്ഷമാണത്. ഇന്നലഹും, പിന്നീട് അവർക്കുണ്ട് ലശൗബൻ, മിശ്രിതമായ ജീവിതതലം. ശൗബ് എന്ന് പറഞ്ഞാൽ മിശ്രിതമാണ്, പലതരം ജീവികളാൽ മിശ്രിതമാണ്. മിൻ ഹമീമിൻ, തിളച്ചു മറിയുന്ന ചീഞ്ചനം, മിശ്രിതം, ഇതെല്ലാം കൂടിച്ചേർന്ന ഒന്നിനും കഴിയാത്ത വിധം കുടിക്കാനോ എടുക്കാനോ ഉപയോഗപ്പെടുത്താനോ ഒന്നിനും കഴിയാത്ത വിധം പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നഹും, തീർച്ചയായും അവർക്കുണ്ട് അലേഹ, അതിന് മീതെ ലശൗബൻ, നിശ്ചിതമായ പാനീയമുണ്ട്. മിൻഹമീൻ, തിളച്ചുമറിയുന്ന മിശ്രിതമായ ചീഞ്ചലത്തിന്റെ വെള്ളമാണ്. അതാണ് അവർ കുടിക്കാൻ കൊടുക്കുക. ഇന്ന മർജിഅഹും, പിന്നെ അവർക്കുള്ള മടക്കം ഇലൽ ജഹീം, തീർച്ചയായും നരകത്തിലേക്ക് തന്നെയാണ്. അത് കുടിച്ചാൽ അത് മടക്കപ്പെടുക. അപ്പൊ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കുടിക്കാനും ഒക്കെ ഏറെ പ്രയാസമുണ്ടാകുന്ന വെള്ളമാണ് അത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നഹും അൽഫു, അവർ കണ്ടുമുട്ടും. ആബാഹും, അവരുടെ പിതാക്കളെ അവർ കണ്ടുമുട്ടും. ആ മനുഷ്യനന്ന് പരലോകത്തിൽ വെച്ച് നരകവാസികളായ ആളുകൾ അവരുടെ പിതാക്കളെ കണ്ടുമുട്ടും. എന്നുള്ള പിതാക്കളാണ് വാല്യയിൽ വഴിവെച്ചവരായ പിതാക്കളെ കണ്ടുമുട്ടും. ഫഹും, അവർ അലാ ആസാലിഹിം, അവരുടെ കാൽപ്പാടുകൾ യുഹ്റഊൻ, ആ കാൽപ്പാടുകൾ കുതിച്ചു പായുന്നവയാണ്. ആ സാലിഹ് എന്നാൽ അതിന്റെ കാൽപ്പാടുകൾ യുഹ്റഊൻ, അത് കുതിച്ചു വാഴുന്നവയാണ്. അപ്പോ ആ ഓടിക്കൊണ്ടിരിക്കുന്ന ആ മനുഷ്യരവിടെ കാണാൻ പോകുന്നത് അവരുടെ പിതാക്കളെയാണ്. ഈ മാതാപിതാക്കളൊക്കെ കാണുമ്പോൾ അവർക്ക് സന്തോഷമല്ല, നേരെ മറിച്ച് പ്രയാസമാണ് ഉണ്ടാവുക. ഒലക്കവല്ല കവലഹും, ഒലക്കവല്ല അവർ വഴിപേപ്പിച്ചു. കബലഹും, അതിന് മുമ്പ് അക്സറിൽ അമ്പതിയിൽ പൂർവികരായ പൗരാണികരായ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരെയും അവർ വഴിപേപ്പിച്ചാണ്. അതുകൊണ്ട് ഇവരെല്ലാം വഴിപേപ്പിച്ച് അവരെയാണ് അവർ കാണാൻ പോകുന്നത്. ഒലക്കവ അലിസല്ല, നാം അവർക്ക് അവരെ
അയച്ചിരിക്കുന്നു. ഫഹും അവർ മുൻവിധിയിൽ മൂന്ന് തരത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല വലഖദ് അർസൽനാ ഫീഹിം നാം അവരിൽ അയച്ചിരിക്കുന്നു മുൻവിധിയിൽ പൂർണ്ണമായും പൂക്കുള്ള മുൻവിധിയിൽ മുന്നറിയിപ്പ് നൽകപ്പെട്ടവർ. അർസൽനാ നമ്മൾ അയച്ചിരിക്കുന്നു ഫീഹിം അവരിൽ മുൻവിധിയിൽ മുന്നറിയിപ്പ് നൽകപ്പെടുന്ന ആളുകൾ. അതുകൊണ്ട് നിങ്ങൾ പൂർത്തിയായി നോക്കുക, പൂർണ്ണമായി നോക്കുക. കൈഫക്കാന ആഖിബത്തുൽ മുൻവരീൻ, കൈഫ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. കൈഫക്കാന ആഖിബത്തുൽ മുൻവരീൻ, ദുരന്ത പരിണിതി എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ അവസ്ഥ അങ്ങനെയാണുള്ളത്. മുൻവരീ മനുഷ്യന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രയാസമുണ്ടാകുന്ന അവസ്ഥ. ഇല്ലാ ഇബാദുല്ലാഹിൽ മുഖ്ലസീൻ, വിശിഷ്ടമായ ദാസന്മാർക്കല്ലാതെ ഇല്ലാ ഇബാദുല്ലാഹിൽ മുഖ്ലസീൻ, വിശിഷ്ടമായ ദാസന്മാർക്കല്ലാതെ ഒന്നും ഉണ്ടാവുകയില്ല. അത് അവർക്ക് അത് ലഭിക്കുകയില്ല. മുന്നറിയിപ്പ് നൽകി പേടിച്ചു വരച്ചവരുടെ പരിമിതിയായിരിക്കും അതൊണ്ടാകുക. അങ്ങനെ പൂർണ്ണമായും അത് മനുഷ്യന് കുടിക്കാനും. അപ്പോ ഈ ആയത്തുകളിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പരലോകത്ത് വന്നാൽ രണ്ട് കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, പരലോകത്ത് വന്നാൽ ഈ വെക്കവും വൃക്ഷവും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും അതൊക്കെ കുടിക്കാനും ഒക്കെ ഉള്ള പറ്റുന്നതല്ല. പക്ഷെ അത് അവരെ കൊണ്ട് കുടിപ്പിക്കും. കാരണം ശിക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ചിരിക്കുന്നത്. അങ്ങനെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസപ്പെട്ട ഈ ദുഃഖവും വൃക്ഷവും അതുപോലെ ദുനിയാവിലുള്ള എല്ലാ പ്രയാസങ്ങളെയും പ്രയാസമല്ലാതാക്കി തീർക്കുന്ന വലിയ ശിക്ഷിക്കാൻ ആവശ്യമായ എല്ലാം അവിടെ ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.